ഗുഡ്വിൽ പാചകത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു സ്നാക്സ് ആണ്, പത്തിരി. നമുക്കിത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. നമ്മുടെ പത്തിരി തയ്യാറാക്കുന്നതിന് വേണ്ടി നമ്മളിവിടെ ഒരു 3/4 ലിറ്റർ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് തേങ്ങ ക്രഷ് ചെയ്തെടുക്കണം. നമ്മുടെ വെള്ളം തിളയ്ക്കുന്ന നേരം കൊണ്ട് നമുക്കൊരു അരമുറി തേങ്ങ ക്രഷ് ചെയ്തെടുക്കണം. അതിനായി ഒരു മിക്സിയുടെ ജാറിലേക്ക് അരമുറി തേങ്ങ നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഗാർലിക് ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. ഒരു 6 ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. വെള്ളം ഇവിടെ തിളച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. നമ്മുടെ വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ 150 ഗ്രാം റവ എടുത്തിട്ടുണ്ട്, 100 ഗ്രാം അരിപ്പൊടി എടുത്തിട്ടുണ്ട്, 100 ഗ്രാം മൈദ എടുത്തിട്ടുണ്ട്. നമുക്കിത് മൂന്നും കൂടി വെള്ളത്തിലേക്കിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിതൊരു പാത്രത്തിലേക്കിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ എള്ള് കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ മാവ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമുക്കിതൊരു 5 മിനിറ്റ് റെസ്റ്റിന് വയ്ക്കാം. ഏകദേശം 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. നമുക്ക് ആദ്യം അല്പം മൈദ തൂക്കി കൊടുക്കാം. നമുക്കിതൊരു ഗ്ലാസ് വെച്ചൊന്ന് മുറിച്ചെടുക്കാം.
നമുക്ക് ബാക്കിയുള്ള മാവ് കൂടി ഇതുപോലെ ഒന്ന് പരത്തി ഒന്ന് മുറിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ പത്തിരിയുടെ നമ്മൾ പരത്തിയെടുത്ത് നല്ല ഷേപ്പായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് 17 പത്തിരി കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഓയിലിനകത്ത് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ വെളിച്ചെണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മുടെ പത്തിരി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ പത്തിരി ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിതൊരു അരിപ്പയിലേക്ക് കോരി മാറ്റാം. നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ പത്തിരി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് കുട്ടികൾക്കൊക്കെ ഇഷ്ടമുള്ള ഒരു പലഹാരമാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.